നിലമ്പൂരിൽ BDJS മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം NDA യോഗത്തിന് ശേഷമെന്ന NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി. 2 ദിവസത്തിനകം NDA യോഗം നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന അഭിപ്രായമാണ് BDJSനുള്ളത്. നിലമ്പൂരിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സാധ്യതയെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ NDA മീറ്റിംഗ് നടക്കണം. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ NDA മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷമാണ് ഒരു ധാരണ ഉണ്ടാകുക. അതിനുശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി, എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. എല്ലാവരും പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി സമയം അതിലേക്ക് ചിലവാക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗം ഞങ്ങളുടെ കൂടുതലുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ത്രികോണ മത്സരം ശക്തമായ ഉണ്ടാകും, അവരുടെ മത്സരം ഉണ്ടായെന്ന കാര്യം തർക്കമൊന്നുമില്ല. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, നിലമ്പൂരിൽ അംഗം മുറുകുകയാണ്. ഇനി അറിയേണ്ടത് NDAയുടെ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അതിൽ BDJSൽ ചില നീക്കങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നറിയാൻ സാധിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും നിലമ്പൂരിൽ ഇനി NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ തന്നെയാണുള്ളത്. ഏതായാലും NDA ആദ്യം ഈ മത്സര രംഗത്ത് BJP ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് അതൊരു അനാവശ്യമായി വരുത്തി വെച്ചതാണ് എന്നുള്ള ഒരു നിലപാട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും മത്സരരംഗത്ത് ഈ BDJS ആയിരിക്കുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്രനായിരിക്കുമോ രംഗത്തിറങ്ങുക എന്നുള്ള ഒരു ചോദ്യവും നേരത്തെ ഉയർന്നിരുന്നു. ഏതായാലും BDJS സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു സൂചനകൾ. കാരണം BDJSനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BDJS വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് BDJSന്റെ കൺവീനർ, സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ NDA കൺവീനർ കൂടെയായ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. NDAയുടെ യോഗത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കൃത്യമായ മറുപടി പറയാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി 2 ദിവസത്തിനകം ഏകദേശം വെള്ളിയാഴ്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയുണ്ടാവും. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ സ്വരാജിന്റെ പേര് വലിയ രീതിയിൽ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്വതന്ത്രരായിട്ട് ചിലരെയും രംഗത്തിറക്കാനുള്ള ഒരു പ്ലാനുകൾ അത് ഇടതു പാളയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ NDAയുടെയും സ്ഥാനാർത്ഥികൾ ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ UDFും അൻവറുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അൻവർ ആണെങ്കിൽ അവസാനവട്ട വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നണിയിൽ ഏതു വിധേനയും പ്രവേശിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് അൻവർ. അത് KC വേണുഗോപാലിനെ കൂടി അവസാനമായി ഒരു നോക്കു കണ്ട് ഏതെങ്കിലും തരത്തിൽ മുന്നണി പ്രവേശനം ലഭ്യമാവുമോ എന്നുള്ളതിന്റെ സാധ്യത തേടുകയാണ് അൻവർ ഒരു വശത്ത്. അതേസമയം തന്നെ കോൺഗ്രസ് ആണെങ്കിൽ അല്ലെങ്കിൽ UDFിലെ മറ്റ് ഘടകകക്ഷികളാണെങ്കിലും ഒക്കെ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ 2 അഭിപ്രായത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയുമാണ് നിലവിലുള്ളത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.